നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തരുടെ എല്ലാം മനസ്സിലും ചിന്തയിലും നാവിലും എല്ലാം ഒരൊറ്റ കാര്യം മാത്രമേ ഇപ്പോഴുള്ളൂ. ഡിസംബർ 11 ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി വ്രതം. എന്തിനാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുന്നത്? എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത്? ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണ വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിനു മുൻപും നമ്മൾ ഗുരുവായൂർ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകൾ ചെയ്തിരുന്നു. ഭക്തർക്കെല്ലാം എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും ഒരുപാട് സംശയങ്ങളാണ്. ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങൾ അതുപോലെ ആകാംക്ഷയോടും ഭക്തിപൂർവ്വം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ. നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞാലും പിന്നെയും ചോദ്യങ്ങൾ വരികയാണ്. എങ്ങനെയാണ് ആചരിക്കേണ്ടത്? അത് കഴിക്കാമോ? ഇത് കഴിക്കാൻ പാടില്ലേ? ഇങ്ങനെ നോൽക്കാമോ? ഇത് നോറ്റുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അതിൻ്റെ ആഹാര രീതി എങ്ങനെയാണ് വേണ്ടത്? ചിലവർ പറയുന്നുണ്ടല്ലോ ധാന്യ ആഹാരങ്ങൾ പോലും കഴിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഗോതമ്പുള്ള ആഹാരം കഴിക്കാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഏകാദശി നോയമ്പെടുത്താൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി വ്രതത്തിനുള്ള പ്രത്യേകത എന്താണ്? ഏറ്റവും ശക്തമായ ഒരു നോയമ്പാണ് ഗുരുവായൂർ ഏകാദശി നോയമ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാപുണ്യമാണ്. ജന്മജന്മാന്തരങ്ങളായി കിട്ടുന്ന ഒരു പുണ്യമാണ് എന്ന് തന്നെ പറയാം. നമ്മളങ്ങനെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ ഉടനെ ഒന്നും എടുക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ അത്രമേൽ ഒരുങ്ങിയിരുന്നാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾക്ക് ഈ ഗുരുവായൂർ ഏകാദശി നോയമ്പ് നോൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ഏകാദശി നമ്മുടെ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ശാപതാപങ്ങളെ എല്ലാം അകറ്റും എന്നാണ് പറയുന്നത്. ജന്മാന്തരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, വീട്ടിലൊക്കെ മുത്തശ്ശിമാരും മുതിർന്നവരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ശാപങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന ശാപങ്ങളാണ് എന്ന് പറയില്ലേ? ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സമോ ദോഷങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? അതായത് നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ആയിട്ടുള്ളവർ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും ശാപദോഷങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരൊറ്റ ഗുരുവായൂർ ഏകാദശി വ്രതം കൊണ്ട് മാറും എന്നാണ് വിശ്വാസവുമാണ്. ഗുരുവായൂരപ്പൻ അത് സത്യമാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്ന പാപങ്ങൾ നമ്മളാകാം, നമ്മളുടെ പൂർവികരാകാം. അപ്പോൾ ഇതൊരൊറ്റ ഗുരുവായൂർ ഏകാദശി വ്രതം നോച്ചാൽ അത് പരിപൂർണമായിട്ടും അങ്ങനെ ഒരു പാപത്തിൽ നിന്നും നമുക്ക് പൂർണ്ണ മുക്തി കിട്ടും എന്നാണ് പറയുന്നത്. ഏകാദശി നോറ്റാൽ 7 ജന്മങ്ങളായുള്ള പാപങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ദുരിതങ്ങളെല്ലാം അകലും. തീരാ സങ്കടങ്ങൾ ഒരുപാട് കാണും നമുക്ക് കുടുംബത്തിൽ. സന്താനങ്ങളില്ലാത്തത്, സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ, കുടുംബ കലഹങ്ങൾ, ജോലിയിലുള്ള തടസ്സങ്ങൾ, ഒരുപാട് പഠിച്ചിട്ടും നല്ലൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള വിഷമങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം പരിപൂർണമായിട്ടും മാറി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും വേണ്ടുവോളം നമ്മൾക്ക് ലഭിക്കാവുന്ന ഒരു സമയമാണ് ഈ ഏകാദശി നോയമ്പ് നോറ്റാലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂർവികർ ചെയ്ത പാപത്തിൽ നിന്നുമുള്ള ഒരു പരിപൂർണ മോചനം നമ്മൾക്ക് ലഭിക്കുമെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊരു ഏകാദശി നോയമ്പ് എടുത്താൽ നമ്മുടെ മുൻപോട്ടുള്ള 7 തലമുറയ്ക്ക് കൂടിയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. പണ്ട് അമ്മ നോറ്റ ഏകാദശി നോയമ്പ് കൊണ്ട് ആ ആപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ ചിലപ്പം വീടുകളിലിരുന്ന് പറയുന്നത് കേൾക്കണില്ലേ? ഇത് തന്നെയാണ് കാര്യം. നമ്മളപ്പോൾ ആലോചിക്കാറുണ്ട്, ഇതെന്താ മുത്തശ്ശി ഇങ്ങനെ പറയണേ? അമ്മ നോറ്റ നോയമ്പ് കൊണ്ട്, അമ്മ നോറ്റ ഏകാദശി നോയമ്പ് കൊണ്ടാണ് ഞാൻ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അല്ല, അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു ദോഷമൊന്നും ബാധിക്കാതെ ഇരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അതിശയപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് കാര്യം കേട്ടോ. അതായത് ഒരൊറ്റ ഏകാദശി നോയമ്പ് നോറ്റാൽ വരും 7 തലമുറയ്ക്കും കൂടിയാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇനി ഏകാദശി നോയമ്പ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്? പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദശമി ദിവസം, അതായത് ഡിസംബർ 10-ാം തീയതി ഒരിക്കലും നോക്കാം, നമുക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാം. ഇനിയും അത്രയും കാഠിന്യമായ വ്രതം എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ അതിന് സമ്മതിക്കുന്നെങ്കിൽ മാത്രം തലേ ദിവസം, അതായത് ഏകാദശി ഡിസംബർ 11-ാം തീയതിയാണ്, ഡിസംബർ 10-ാം തീയതി ദശമി തലേ ദിവസം ഒരിക്കലും, അതായത് ഒരു നേരവും അരിയാഹാരം കഴിക്കാതെ
പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കാമെങ്കിൽ അതങ്ങനെ നോക്കാം കേട്ടോ. ഗോതമ്പ് മാത്രമുള്ള ധാന്യാഹാരം കഴിച്ചിട്ട് അരി ആഹാരം തലേ ദിവസമേ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ചെയ്യാം. പിറ്റേ ദിവസം, അതായത് ഡിസംബർ 11 ഏകാദശി ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള ഒരു മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ നമ്മൾക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അർച്ചനകളൊക്കെ കഴിക്കാം. വിഷ്ണു സൂക്തം, ഭാഗ്യ സൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചനകളൊക്കെ കഴിക്കാം. നാമം ചൊല്ലി കുറച്ചു നേരം നമുക്ക് ഈ ക്ഷേത്രത്തിൽ ചിലവഴിക്കാം. ഏകാദശി വ്രതം നോൽക്കേണ്ട വിധം നമുക്കൊരു 3-4 വിധത്തിൽ നോക്കാം കേട്ടോ. ഏകാദശി വ്രതം എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഇല്ലാതെ, അതായത് ഒരു തുള്ളി ജലം കുടിക്കാതെ അന്നത്തെ ദിവസം മുഴുവൻ ഭഗവത് നാമങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദിവസം കഴിച്ചു നീക്കാം. അതാണ് ഒന്നാമത്തെ വിധം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും പറ്റുകയില്ല. ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം അത് ചെയ്താൽ മതിയാകും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് അരി ആഹാരം തൊടാതെ, അരി ആഹാരം ഒന്നും തന്നെ ഏകാദശി ദിവസം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വിധത്തിലുള്ള ധാന്യ ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല. അതായത് ഗോതമ്പും ഒക്കെ ഒഴിവാകണം. പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നോൽക്കുന്ന ഒരു നൊയമ്പ്. അരിയാഹാരം, മറ്റ് ധാന്യാഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നോക്കുന്ന നൊയമ്പ്. മൂന്നാമത്തെ വിധം എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു നേരം ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം, അങ്ങനെ പൂർണ്ണമായിട്ടും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിട്ട് എനിക്ക് പറ്റില്ല, എൻ്റെ ആരോഗ്യം അതിന് സമ്മതിക്കില്ല എന്നുള്ളവരാണ് ഈ ഗോതമ്പ് കഴിക്കാൻ പറയണത്. അപ്പം ചിലവർ സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ധാന്യാഹാരങ്ങളും കഴിക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? പിന്നെ ചില മുൻപത്തെ വീഡിയോയിലൊക്കെ ഗോതമ്പ് കഴിക്കാം എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മൾക്കറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ ആരോഗ്യസ്ഥിതിയല്ലേ. പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിട്ട് ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അരി ആഹാരം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഒരു നേരം ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിക്കാം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ മുതിർന്നവർ, അമ്മമാരൊക്കെ ആരോഗ്യമൊന്നും അത്ര നല്ലതല്ലെങ്കിലും കഠിന ഉപവാസത്തിലേക്കൊക്കെ പോകും കേട്ടോ. അതൊന്നും സമ്മതിച്ചു കൊടുക്കണ്ട. നമ്മുടെ അമ്മമാരുടെ ആരോഗ്യം കൂടി നോക്കണമല്ലോ. മനസ്സിൽ അത്രയും ഭക്തി നിറഞ്ഞിട്ട്, ഗുരുവായൂരപ്പനോടുള്ള ഭക്തി നിറഞ്ഞിട്ട്, നമ്മളെ ചൊല്ലിയുള്ള സങ്കടങ്ങളും ആകാംക്ഷയും നമ്മൾക്ക് അനുഗ്രഹം അത്രയും കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടാവും അമ്മമാരൊക്കെ ഒരു പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ മക്കൾ അതൊക്കെ നോക്കണം. അത്രയ്ക്കൊന്നും അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ അങ്ങനെ വേണ്ട. ഇനി നമ്മൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമല്ലോ. ആരോഗ്യം സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ഒരു പൂർണ്ണ ഉപവാസമൊക്കെ നോക്കുക എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ തുളസി വെള്ളം മാത്രം, തുളസി തീർത്ഥം മാത്രം കഴിച്ചിട്ട് ആ ദിവസം നൊയമ്പ് നോക്കുന്നവരുണ്ട് കേട്ടോ. അത് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. തുളസി തീർത്ഥം, നാവിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുളസി തീർത്ഥം കഴിച്ചു കൊടുത്തിട്ട് വേറെ ഏകാദശി നൊയമ്പ് നോക്കാവുന്നതാണ്. പകലുറക്കം പാടില്ല, എണ്ണ തേച്ച് കുളി പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഏകാദശി നൊയമ്പല്ലേ, വെറുതെ ഇരിക്കുകയല്ലേ, ആഹാരവും കഴിക്കുന്നില്ല, നല്ല ക്ഷീണമുണ്ട്, വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് ഫോണിലൊക്കെ അങ്ങനെ കളിച്ചിട്ട് ഇരിക്കണ്ടേ കേട്ടോ. എന്താ ചെയ്യുക? അന്ന് മുഴുവൻ അങ്ങോട്ട് നാരായണനാമം ജപിച്ചിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലാം. വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാം. അങ്ങനെ ഭഗവത് നാമങ്ങൾ നമ്മുടെ നാവിലും മനസ്സിലും സദാ വിളങ്ങണം. ഭഗവാന്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ പൂജാമുറിയില്ല, നമ്മൾ ചെറിയ രീതിയിൽ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും അവിടെ ഒരു കെടാവിളക്ക് പോലെ അന്നേ ദിവസം ഭഗവാന്റെ, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു വിളക്ക് കെടാതെ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ മുൻപിലിരുന്ന ഭഗവത് നാമങ്ങൾ ചൊല്ലിയാൽ എത്രമാത്രം ഐശ്വര്യമാണെന്നറിയുമോ? എന്തു തന്നെ ആയാലും അന്നത്തെ ദിവസം മഹാവിഷ്ണു സങ്കല്പത്തിൽ മനസ്സിനെ നിറച്ചിട്ട് നാരായണ നാമം ഉരുവിട്ടുകൊണ്ടേ തന്നെ ഇരിക്കുക. അങ്ങനെ ഏകാദശി വ്രതം ഡിസംബർ 11 നമ്മൾ പൂർണ്ണമായിട്ടും നോക്കിയതിന് ശേഷം പിറ്റേ ദിവസം ദ്വാദശി ദിവസം, അതായത് ഡിസംബർ 12 രാവിലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി മലർനേദ്യവും തീർത്ഥവും സേവിച്ചതിന് ശേഷം പാരണ വീടുമ്പോഴാണ് ഗുരുവായൂർ ഏകാദശി വ്രതം നമ്മൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഭഗവാന്റെ അത്രടം വരെ, ഗുരുവായൂർ വരെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ പോകുക. അതിനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ തന്നാൽ എത്രയും പുണ്യമാണ്. നമ്മുടെ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടും മറ്റ് 33 ദേവി ദേവന്മാർക്കുമൊപ്പം ഗുരുവായൂരിൽ സന്നിഹിതരാകുന്ന ഒരു പുണ്യദിനമാണ്. ഗുരുവായൂരിലെ ഓരോ മണൽത്തരിയിലും ഭഗവാന്റെ സാന്നിധ്യം നിറയുന്ന ഒരു ദിവസമാണ്. അവിടുത്തെ ഒരു മണൽത്തരിയെങ്കിലും നമ്മുടെ കാലിൻ്റെ അടിയിലൊന്ന് പറ്റുക അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതിലും ജന്മപുണ്യം മറ്റൊന്നുമില്ല.
അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി, തെളിഞ്ഞ മനസ്സോടുകൂടി, ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വ്രതം നോൽക്കുക. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ.